ഷെറ് ഏത് ഭാഗത്തു നിന്നായാലും ഉണ്ടാവും. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഷെറ് എല്ലായിടത്തുനിന്നും ഉണ്ടാവും. അപ്പൊ ഷെറ് പേടിച്ചിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ മൗലവിമാർക്ക് കാര്യം മനസ്സിലാവും. മൗലവിമാർക്ക് ചില വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോ മുദർരിസന്മാര് ഖത്തീബന്മാര് പേടിച്ചിട്ട് പറയണില്ല സെക്രട്ടറിനെ കൂടി ജോലി പോകും പിരിച്ചുകൂടും എന്നുള്ള പേടി. അത് നമ്മളടുത്ത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മള് കൂടെ നിൽക്കും അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളാന്ന് വിചാരിച്ചിട്ട് നമ്മളെ സകല കമ്മിറ്റിയിലും ഈ പല രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകളെ കുറിച്ച് കയറ്റിയിട്ടുണ്ട്. ദീനൊന്നും പരിഗണിക്കാതെ, ആൾക്ക് ദീനുണ്ടോ ഇതൊന്നും വിഷയാക്കാതെ രാഷ്ട്രീയ പാർട്ടിന്റെയും മറ്റൊക്കെ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉപ്പായമായിട്ടിരിക്കുന്ന ചില ആൾക്കാരൊക്കെ പിടിച്ചിട്ട് വലിയ വലിയ പോസ്റ്റിലൊക്കെ കൊണ്ട് ഇരുത്തിന് വലിയ വില കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോ. അപ്പൊ ഓരോ നാട്ടിലും ജനറൽ ബോഡി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പബ്ലിക്, ഒരു പൊതുജനങ്ങളുണ്ടല്ലോ അവിടെ, സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ദീനിനെയും സ്നേഹിക്കുന്ന ആളുകൾ. അപ്പൊ അടുത്ത ജനറൽ ബോഡി വരുമ്പോൾ ഓരോ നാട്ടിലും കമ്മിറ്റി കയറി കൂടിയിട്ട് രാഷ്ട്രീയം കളിക്കുകയും രാഷ്ട്രീയത്തിന് വേണ്ടി ആലിമീങ്ങളെയും ദീനിനെയും ദീനിന്റെ പ്രവർത്തകരെയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന, ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സകല എണ്ണത്തിനെയും പിടിച്ച് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം. അത് ജനറൽ ബോഡി വിചാരിച്ചാൽ നടക്കും. നാട്ടിലെ സാധാരണക്കാരായ ഉലമാക്കളും ഉമറാക്കളും മുഅ്മിനീങ്ങളും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണത്. അത് ചെയ്തേ പറ്റൂ. ഈ ദീനിനെ രക്ഷിക്കണമെങ്കിൽ, സുന്നത്ത് ജമാഅത്തിനെയും ദീനിനെയും മഹല്ലത്തെ സംവിധാനങ്ങളെയും രക്ഷിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ മൂല്യന്മാർക്ക് ദീൻ പറയാൻ കഴിയില്ല, ഇൽമു പറയാൻ കഴിയില്ല, വളരാൻ കഴിയില്ല. അമേരിക്കയിൽ തീ കത്തിയത് കണ്ടോ? ചൈനയിലെ കൊറോണയെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ 2019 നടന്ന കൊറോണയെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ കൊറോണയെ കുറിച്ച് വീണ്ടും പറയുന്നു എന്നൊക്കെ പറയേണ്ടി വരും മൂല്യന്മാര്. അല്ലെങ്കിൽ ഇത് മഹല്ല് ഈ ആദ്യ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഉള്ളവർന്നൊക്കെ ഇട്ടുള്ള പുറത്താക്കൂലേ? അപ്പൊ ദീനിന് പ്രയോറിറ്റി കൊടുക്കുന്നവരും സുന്നത്ത് ജമാഅത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുമായ ആളുകളെ മാത്രം കമ്മിറ്റിയിലെ പ്രധാന പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരാൻ അതാത് നാട്ടുകാർ തയ്യാറാകണം. അതിലൊക്കെ മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ ഇത് പറഞ്ഞതിന്റെ പേരിൽ പോലും എനിക്ക് വലിയ ക്ഷീണം സംഭവിക്കും. എനിക്കറിയാം, ഒരുപാട് എന്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒന്നും വരുന്ന തെറികൾക്കൊന്നും ഒരു കണക്കുണ്ടാവില്ല. ചെവി മുളച്ചിട്ട് കേൾക്കാത്ത ആര് തെറികളൊക്കെ വരും. എനിക്കറിയാം, ആ അമ്മാതിരി തെറി പറയുന്ന ആൾക്കാരാണ് നമ്മൾ കുടിച്ചിട്ട് സെക്രട്ടറി പ്രസിഡന്റ് ആക്കി വെച്ചിട്ടുള്ള ഇപ്പൊ പല മഹല്ലുകളിലും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അമ്മാതിരി ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ആ നാട്ടിലെ പബ്ലിക്, പൊതുജനങ്ങളും മുഅ്മിനീങ്ങള്, സുന്നികളായ ആളുകൾ, അത്തരം ആളുകളെ അവനവനെ ഏൽപ്പിച്ചു കൊടുത്ത സ്ഥാനവും അധികാരവും രാഷ്ട്രീയ കളിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ ആ രീതിയിൽ തന്നെ ഒന്നും ഉപദ്രവിക്കണ കാര്യം ഞാൻ പറഞ്ഞു. പുറത്തൊക്കെ ഇനി 2 കൊട്ട കൂട്ടിയിട്ട് കാക്കും തൽക്കാലം കുറച്ചു നേരം വീട്ടിലിരിക്കിട്ടൊന്ന് പറയണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്.